കിഫ്ബി കേസിൽ മുഖ്യമന്ത്രിക്കും ഇഡിയുടെ ഷോ കോസ് നോട്ടീസ്. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും ഇഡി നോട്ടീസ് അയച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലാണ്. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കാണുന്നതിൽ സർക്കാരിനെയും പോലീസിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇതിനിടെ ക്ലിഫ് ഹൌസിന് ഇമെയിൽ വഴി ബോംബ് ഭീഷണിയും എത്തി. തിരഞ്ഞെടുപ്പ് രംഗത്ത് വയനാട്ടിൽ കൂടുതൽ സീറ്റുകളിൽ ബിജെപി മത്സരിക്കുന്നു. മെട്രോ തൂണിൽ ബോർഡ് വെച്ച സ്ഥാനാർത്ഥി വെട്ടിലായി. റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന് നാട്ടുകാർ ഫ്ലെക്സ് വെച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിനായി 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ഒരുങ്ങി. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലും പ്രശ്നങ്ങൾ പുകയുകയാണ്. കോൺഗ്രസ് സൈബർ ഇടത്തിൽ AICC ഇടപെട്ടതോടെ VT ബൽറാം മാറി. KK രമ MLAയെ അപമാനിച്ച് DYFI നേതാവും ചിറയിൻകീഴിൽ RSS പ്രവർത്തകന്റെ വാഹനങ്ങൾ കത്തിനശിച്ചതും വിവാദമായി. മറ്റു വാർത്തകളിൽ, കമ്പംമെട്ടിലെ ശബരിമല ഇടത്താവളം ഇപ്പോഴും കടലാസിലാണ്. 8456 റേഷൻ കാർഡുകൾ റദ്ദാക്കി. രാജ്ഭവൻ ഇനി ലോക് ഭവൻ എന്നറിയപ്പെടും. വഖഫ് പോർട്ടൽ ഉത്തരവിൽ വെൽഫെയർ പാർട്ടി ദുരുദ്ദേശ്യം ആരോപിച്ചു. മുനമ്പം സമരസമിതി പ്രതിഷേധം അവസാനിപ്പിച്ചു. കേരള തീരത്ത് ഓയിൽ ഇന്ത്യ ഡ്രില്ലിംഗ് തുടങ്ങി. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഈ വാർത്തകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.